Let us take my frizzy and wavy hair from this to this using the new Dyson Airstrait. അപ്പോൾ ആദ്യമേ നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ ഫിൽറ്റേഴ്സ് ക്ലീൻ ആവുന്നതാണ് ഈ കാണുന്നത്. ഈ ഒരു ടൂളിൽ വെറ്റ് മോഡ് ഉണ്ട്, ഡ്രൈ മോഡ് ഉണ്ട്. പിന്നെ മുകളിൽ ടെമ്പറേച്ചേഴ്സ് നമുക്ക് പലതായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഹെയർ ഡ്രൈ ആയതുകൊണ്ട് നമ്മൾ ഡ്രൈ മോഡിലേക്ക് ഇട്ടിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. താഴെയുള്ള ലോക്ക് ബട്ടൺ ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹോട്ട് എയർ വരും. നമുക്കിത് സാധാരണ ഹെയർ ഡ്രയർ പോലെ യൂസ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് എ റെഗുലർ സ്ട്രെയിറ്റ്നർ നമ്മളൊരു സെക്ഷൻ ഓഫ് ഹെയർ എടുത്ത് 2 പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് താഴത്തേക്ക് വലിക്കും. അപ്പോൾ ഈ 2 പ്ലേറ്റ്സിൽ നിന്നും ഹോട്ട് എയർ താഴത്തേക്ക് അടിക്കും. അങ്ങനെയാണ് ഇത് നമ്മുടെ മുടിയെ സ്ട്രെയിറ്റ് ആക്കുന്നത്. I'm showing you without any cuts in between and this is just one pass on this section of hair. അതിൽ തന്നെ നല്ലോണം ഡിഫറൻസ് ഇപ്പോൾ കാണാം. ഇനി നമുക്ക് വെറ്റ് മോഡ് ട്രൈ ചെയ്യാം. ഞാൻ എൻ്റെ ഹെയർ ഒന്ന് വെറ്റാക്കി കൊടുക്കുകയാണ്. നമുക്കിനി ഡ്രൈ മോഡിൽ നിന്ന് വെറ്റ് മോഡിലേക്ക് മാറ്റിയിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം. എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ വെറ്റ് മോഡാണ്. കാരണം ആദ്യമേ മുടി ബ്ലോ ഡ്രൈ ചെയ്ത് പിന്നെ സ്ട്രെയിറ്റ്നർ വെച്ച് സ്ട്രെയിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും. ഇതാകുമ്പോൾ വെറ്റ് ഹെയറിൽ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ്നർ ആയതുകൊണ്ട് തന്നെ ഒരു 2-3 പാസിൽ തന്നെ മുടി ഫുള്ള് ഡ്രൈ ആയും കിട്ടും, സ്ട്രെയിറ്റ് ആയും കിട്ടും. ഹീറ്റുള്ള ഏത് ഹെയർ ടൂൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് യൂസ് ചെയ്യുക. ടൈം എടുത്ത് പ്രോപ്പർ സെക്ഷൻസ് എടുത്ത് സ്ട്രെയിറ്റൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളി റിസൾട്ട് കിട്ടും. So what do you think of the final result? അപ്പോൾ ഇതാണ് എൻ്റെ ഗോ ടു ഹെയർ ടൂൾ. വേറെ ഹെയർ ടൂൾസ് ഞാൻ ട്രൈ ചെയ്യണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ആൻഡ് ഐ വിൽ ട്രൈ them and let you know. Thank you for watching this video and I will see you in the next one.